നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതായത് ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിനെതിരെ ഞെട്ടിപ്പിക്കുന്ന പരാതികളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ജസ്ന എന്ന യൂട്യൂബ്കാരി. അതായത് കഴിഞ്ഞ ആഴ്ച അൻസിബ പുറത്തായതുമായി സംബന്ധിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഷോ ഡയറക്ടറായ ഹാഫിസിൻ്റെ വ്യക്തമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻസിബ പുറത്തായിരിക്കുന്നത്. വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല. വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ അൻസിബ പുറത്താകാൻ സാധ്യതയില്ല. കാരണം ഏറ്റവും കുറവ് ആഴ്ച ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് അപ്സര, അതിനുശേഷം ഋഷി, അതിനുശേഷമാണ് അൻസിബയും ശ്രീതുവും വരുന്നത്. അതുകൊണ്ട് തന്നെ അൻസിബയെ ആ ഒരു ആഴ്ച പുറത്താക്കാനുള്ള വ്യക്തമായ പ്ലാൻ ഹാഫിസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇതിന് കാരണം എന്ന് പറയുന്നത്, അതായത് ഒരു മോർണിംഗ് ടാസ്കിൽ എല്ലാവരും മോർണിംഗ് ടാസ്കിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ആ ഒരു മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ ആണ്. ഈ ഒരു അടിസ്ഥാനത്തിൽ അൻസിബയുടെ തുറന്നു പറച്ചുകൾ, അൻസിബയുടെ ക്ലാരിഫിക്കേഷനും അൻസിബയുടെ സംസാരവും എല്ലാം ഷോയെ ഒരു സംശയമുനയിൽ നിർത്തുന്ന രീതിയിലേക്ക് പോയതുകൊണ്ട് അത് എഡിറ്റ് ചെയ്ത് മാത്രമേ പുറത്തുവിടാൻ സാധിക്കൂ എന്ന് ഹാഫിസ് എഡിറ്റർ ടീമിനോട് സംസാരിക്കുകയും, എന്നാൽ അത് എഡിറ്റ് ചെയ്താൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും, എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ അൻസിബയുടെ ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്യാം. എന്തായാലും മോർണിംഗ് ടാസ്കിൽ ഒരാളുടെ മാത്രം പെർഫോമൻസ് കാണിക്കാതിരുന്നാൽ പ്രേക്ഷകർക്ക് സംശയം തോന്നും. അതുകൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഹാഫിസ് പറയുന്നത് വീക്കെൻഡിൽ വോട്ടിങ്ങിൽ നോക്കിക്കോളാം എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വോട്ടിംഗ് കുറഞ്ഞാലും കൂടുതലായാലും അയാൾ ഉദ്ദേശിക്കുന്ന ആളെ മാത്രമേ പുറത്താക്കാൻ സാധിക്കൂ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ജസ്ന നടത്തിയിട്ടുള്ളത്. ഹാഫിസിൻ്റെ, അതായത് ഈ ഒരു ഷോയിലുടനീളം ഹാഫിസിൻ്റെ കൈകടത്തലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ഷോ ഡയറക്ടറാണ്. അദ്ദേഹത്തിന് തീരുമാനിക്കാം ആര് പുറത്തു പോകണം, ആര് വിന്നറാകണം എന്ന് പറയുന്നത്. കാരണം അൻസിബയെ കിച്ചണിലും അതേപോലെ തന്നെ കട്ടിലിലും മാത്രം ഇരിക്കുന്ന അൻസിബയെ മാത്രമാണ് നമുക്ക് ഏകദേശം ഒരു 60 ദിവസത്തോളം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഒരാൾക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കുമോ? അയാളുടെ നല്ല വശങ്ങളൊന്നും കാണിക്കാതെ അത് കട്ട് ചെയ്തുകൊണ്ട് മോശമായ രീതിയിലുള്ള, അതായത് എപ്പോഴും മൂകശോകമായിട്ടിരിക്കുന്ന അൻസിബയെ മാത്രം കാണിക്കുന്ന ഒരു ഷോ ഡയറക്ടറായിരുന്നു ഹാഫിസ് എന്ന് ജസ്ന വെളിപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഈ ഒരു മോർണിംഗ് ടാസ്കിന് ശേഷം നമ്മുടെ അൻസിബയുടെ ഗ്രാഫ് കുത്തനെ ഉയരുകയും അതേപോലെ തന്നെ വോട്ടിങ്ങിൽ കുതിക്കുന്ന ഒരു അൻസിബയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഇവർ പറയുന്നതല്ല, നമുക്ക് തന്നെ ആ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ച പോകേണ്ട വ്യക്തിയായിരുന്നില്ല അൻസിബ എന്ന് പറയുന്നത്. ഈ ജനലക്ഷങ്ങൾ, സാധാരണക്കാർ ഹോട്ട്സ്റ്റാറിലൂടെ ചെയ്യുന്ന വോട്ടിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഷോ ഡയറക്ടറാണ് ഹാഫിസ്. തൻ്റെ തീരുമാനപ്രകാരം വിജയിയെ തീരുമാനിക്കുകയും ആര് പുറത്തു പോകണമെന്ന് ഹാഫിസ് തന്നെ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതിൽ ജനങ്ങൾക്കുള്ള പങ്ക് എന്താണ്? നമ്മൾ ചുമ്മാ ഇരുന്ന് യൂട്യൂബിലൊക്കെ വീഡിയോ കാണുകയും അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുകയും ചെയ്യുന്നത് വെറും നമ്മളെ പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന ഒരു ഷോ ആയി ബിഗ് ബോസ് മാറിയിരിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കണം. അതേപോലെ തന്നെ അൻസിബയ്ക്ക് കേസിന് പോകാൻ കൂടെ വകുപ്പുള്ള കുറ്റമാണ് ഹാഫിസിൻ്റെ ഭാഗത്തു നിന്നും ഷോ ഡയറക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു ഡീറ്റെയിൽസ് തന്നെയാണ് നമ്മുടെ വീഡിയോക്ക് കീഴെ കമൻ്റായിട്ടും രേഖപ്പെടുത്തുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ തന്നെയായിരിക്കും വിന്നർ. കാരണം ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെങ്കിൽ അൻസിബയെ പുറത്തായ സ്ഥിതിക്ക് ഇങ്ങനെ പുറത്താക്കിയാണെന്നുണ്ടെങ്കിൽ വോട്ടിങ്ങിൽ ഒരു മാനദണ്ഡവുമില്ല. ഹാഫിസ് തീരുമാനിക്കുന്ന വ്യക്തി തന്നെ അവിടെ വിന്നറായിരിക്കും. അതായത് ജാസ്മിനുള്ള സപ്പോർട്ടാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. സിജോയും ജാസ്മിനും കഴിഞ്ഞ ദിവസം തമ്മിലുള്ള വഴക്കും സിജോ ജാസ്മിനെ തുരത്തി അടിക്കുന്നത്. കാരണം സിജോയുടെ മുമ്പിൽ ജാസ്മിൻ പെട്ടുപോയി. ജാസ്മിന് മറുപടി ഇല്ലാത്തൊരു ജാസ്മിനെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അത് നമുക്ക് എപ്പിസോഡിൽ കാണിച്ചില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തമായ പ്ലാനിങ്ങോടെ ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ള പേരിലേക്ക് ഈ ഷോ മാറിയിരിക്കുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് കൊടുക്കുക. നിങ്ങൾ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയ്ക്ക് കമൻ്റായി രേഖപ്പെടുത്തുക. നമുക്കെന്തായാലും പുറത്ത് ഒരു ബിഗ് ബോസ് ഗെയിം കളിക്കാം. താങ്ക്